കുളമ്പ് രോഗം മൂലം കറവ പശുക്കൾക്ക് നാശമുണ്ടാകുന്ന പ്രദേശങ്ങളിലെ ക്ഷീരസംഘങ്ങളിലെ കർഷകർക്ക് പുതുതായി പശുക്കളെ വാങ്ങുന്നതിനുള്ള പദ്ധതിയിൽ റിവോൾവിംഗ് ഫണ്ട് വിതരണം നടത്തി. തടിയൻകോവൽ കൈരളി ഗ്രന്ഥാലയം ഹാളിൽ നടന്ന ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡിങ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. തടിയൻകോവൽ, പോത്താംകണ്ടം, നിടുമ്പ, മാണിയാട്ട്, നാലിലാംകണ്ടം ക്ഷീര കർഷക സഹകരണ സംഘങ്ങൾക്ക് കീഴിലുള്ള കർഷകർക്ക് 2 വീതം കറവ പശുക്കളെ വാങ്ങുന്നതിനുള്ള പലിശരഹിത വായ്പയായാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ജില്ലയിൽ ആദ്യമായാണ് റിവോൾവിംഗ് ഫണ്ട് പദ്ധതി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. 5 ക്ഷീരസംഘങ്ങൾക്ക് 80,000 രൂപ വീതമാണ് കൈമാറിയത്. ഒരു സംഘത്തിലെ 2 കർഷകർക്ക് 40,000 രൂപ വീതമാണ് റിവോൾവിംഗ് ഫണ്ട് വിതരണം ചെയ്യുന്നത്. തടിയൻകോവൽ കൈരളി ഗ്രന്ഥാലയം ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഫണ്ട് വിതരണം ഉദ്ഘാടനം ചെയ്തു. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർ K രമ്യ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുജാത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, T വിജയലക്ഷ്മി, ക്ഷീരസംഘം പ്രസിഡന്റ് CT കൃഷ്ണൻ, സെക്രട്ടറി KV സിന്ധു, കൈരളി ഗ്രന്ഥാലയം സെക്രട്ടറി ബാബു അപ്യാൽ, മനീഷ തിയേറ്റേഴ്സ് പ്രസിഡന്റ് VM നാരായണൻ എന്നിവർ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ 2 പശുക്കളുടെ വിതരണം ചടങ്ങിന്റെ ഭാഗമായി നടന്നു. 10 ക്ഷീരസംഘങ്ങൾക്ക് കഴിഞ്ഞ വർഷം റിവോൾവിംഗ് ഫണ്ട് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.